ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് താമര നടുന്നതാണ്. അപ്പം നേരത്തെ ഞാനൊരു താമരയുടെ റിപ്പോർട്ടിങ് നിങ്ങളെ കാണിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത് പിന്നെ സഹസ്രദളത്തിൻ്റെ ട്യൂബറാണ്. അപ്പോൾ ആ ട്യൂബർ പിന്നെ നല്ല നീളവും വരും, പൂവിന് നല്ല വെയിറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ അതിന് കൊടുക്കുന്ന പോട്ടിംഗ് മിക്സറും ഇച്ചിരി വ്യത്യസ്ത രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് നടുന്നതെന്നുള്ളതും നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഈ ഒരു പോട്ടിനകത്താണ് ഞാൻ ട്യൂബർ നടാൻ പോകുന്നത്. അപ്പം ആദ്യമേ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി ഞാൻ പിന്നെ ഒരു പിടി ഇതിനകത്തോടിടുവാണേ. അടുത്തത് ഞാൻ പോകുന്നത് എല്ലുപൊടിയാണ്. എല്ലുപൊടി ഒരു പിടി മതി കേട്ടോ. എല്ലുപൊടി ഞാൻ പോകുന്നത് വേപ്പിൻ പിണ്ണാക്കാണ്. ഇത് ശകലം മതി. ഈ മണ്ണിനകത്ത് ഇതിനകത്ത് പുഴുക്കളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് പോകുന്നതിന് വേണ്ടിയാണിത്. ശകലം ഇട്ടാൽ മതി വേപ്പിൻ പിണ്ണാക്ക്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് മുട്ടത്തോടാണ്. ഇതുവരെ ഞാൻ ചേർത്തിട്ടില്ല. ഇത് ഞാൻ ആദ്യമായിട്ട് ചേർക്കുക കേട്ടോ. മുട്ടത്തോട് ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് എടുക്കുമ്പോൾ അത് ഞാൻ തോട് കഴുകി വെയിലത്തിട്ട് ഉണക്കി ടിന്നിനകത്ത് അടച്ചു വെച്ചിരിക്കും. അങ്ങനെയാണ് ഞാനിത്. എന്നിട്ട് നല്ലോണം പൊടിച്ചെടുത്തതാണിത്. മുട്ട നല്ലോണം പൊടിച്ച് ഇത് ഞാൻ മുഴുവൻ അങ്ങിടുക. പിന്നെ അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് മണ്ണാണേ. ഈ പെയിൻറ്റ് ബക്കറ്റിന് ഒരു ബക്കറ്റ് മണ്ണ് ഞാൻ ഇടുക. കാരണം ഇത് നല്ല നീളവും കരുത്തുമൊക്കെ വെക്കുന്നതല്ലേ. അപ്പോൾ അതിന് നല്ലതായിട്ട് മണ്ണ് നമ്മൾ ഇടണം. അല്ല എങ്കിൽ നമ്മൾ നടുന്ന ട്യൂബറിങ് മുകളിലോട്ട് പൊങ്ങി വരും. ഇതിനകത്ത് മണ്ണിടാമേ. അപ്പോൾ ഈ പോട്ടിൻ്റെ പകുതിയോളം ഞാൻ മണ്ണിട്ടിട്ടുണ്ട്. ഈ മണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പിലെ മണ്ണ് തന്നെയാണ്. നമുക്ക് കണ്ടത്തിലെ മണ്ണ് കിട്ടാൻ പ്രയാസമാണ്. നമ്മുടെ അടുത്ത് നമുക്കത് എടുത്തുകൊണ്ട് വരാനൊന്നും ആളില്ലാത്ത കാരണം നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ നമ്മുടെ പറമ്പിലെ മണ്ണ് തന്നെയാണ് മണ്ണെടുത്ത് അത് ഇടഞ്ഞ് അതിനകത്തെ കല്ലും കട്ടയെല്ലാം കളഞ്ഞിട്ട് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് നല്ലോണം പൂവുണ്ടാകും. ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതല്ല. അപ്പോൾ ഇനിയും നമുക്ക് ഇച്ചിരി ചാണകപ്പൊടി ഇതെല്ലാം കൂടെ ഞാൻ ഒന്നുകൂടി ഇടുക. എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഇനി ഇത് നടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ നടുന്ന ട്യൂബറ്. അപ്പം ഞാൻ കാണിക്കാം അതെങ്ങനെയാണ് നടുന്നതെന്നുള്ളത് ഞാൻ കാണിക്കാം. നമ്മുടെ ഈ പാത്രത്തിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ ഒന്ന് നീക്കി കൊടുക്കണം. കാരണം അതിൻ്റെ ആ വലിപ്പം അനുസരിച്ച് നമ്മളൊന്ന് മണ്ണ് മാറ്റി വെക്കുക. അല്ലെങ്കിൽ നമ്മളിത് ചെയ്തില്ലെങ്കിൽ മണ്ണെല്ലാം കൂടെ ഇത് വെള്ളം ഒഴിക്കുമ്പോൾ ഇതല്ലെങ്കിൽ മോളി വരും. അതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ മുകളിലോട്ട് നീക്കണം. നീളമുണ്ട്. അപ്പോൾ ഒരു മുള ഇങ്ങോട്ട് ഈ സൈഡിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്യുവാണേ. കട്ട് ചെയ്ത് നമുക്ക് രണ്ടാക്കി മാറ്റാം. അന്നേരം നമുക്ക് ഇതിനെ ഇങ്ങനെ നടാം. അപ്പം ഞാനിത് ഇവിടെ നടാൻ പോവാണേ. ഇങ്ങനെയാണ് വെക്കുന്നത്. അപ്പം എന്താ മണ്ണിടുക. ഈ മുള മുകളിലോട്ട് നിൽക്കത്തക്ക രീതി. ഇതിനെ നമുക്ക് ഇങ്ങനെ നടാം. ഇങ്ങനെ ഇതിൻ്റെ 3 മുള കാണുന്നുണ്ട്. നമുക്കിങ്ങനെ ഇങ്ങനെയാണ് നടന്നത്. ഇനി ഞാൻ ഇത് കടലപ്പിണ്ണാക്കാണ്. ആ കടലപ്പിണ്ണാക്ക് ഞാൻ ഒരു തോർത്തിനകത്ത് ഞാൻ കിഴി കെട്ടി വെക്കുക. കിഴി കെട്ടി ഇതിൻ്റെ ഏറ്റവും അടിയിൽ ഞാൻ കുഴിച്ച് വെക്കുവാണ്.
ഇങ്ങനെ കുഴിച്ച് വെക്കുക. ഇങ്ങനെ അങ്ങ് വെച്ച് മൂടുക. ഞാൻ പിന്നെ നമ്മളിതിന് വേറെ യാതൊരു വളവും കൊടുക്കുന്നില്ല. പൂ ആകുന്നിടം വരെ ഇനി നമ്മളിതിനൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഈ കൊടുത്ത വളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം നിറയ്ക്കാം. അപ്പോൾ അത് ഞാൻ കാണിക്കാം വെള്ളം നിറയ്ക്കുന്നത് എങ്ങനെയാണ്. വെള്ളം നിറയ്ക്കാം. അപ്പം നേരിട്ട് നമ്മൾ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളം അങ്ങോട്ട് ഒഴിക്കുമ്പോൾ ആ ഫോഴ്സിൽ നമ്മൾ ഇട്ട വളവും ഇതും എല്ലാം കൂടി ഈ മുകളിലോട്ട് പൊങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പ്ലാസ്റ്റിക്കോ അല്ലെ ഇതുപോലെ ഇത് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ ഒരു പഴയ മാറ്റാണ്. എൻ്റെ കയ്യിൽ അതാ കിട്ടിയത്. ഞാനപ്പോൾ അതിനടുത്ത് ഒരു പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ടൈലിൻ്റെ മുറിയോ എന്തെങ്കിലും വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ അങ്ങ് വെള്ളം നിറയ്ക്കുക. അപ്പോൾ ഈ ബോട്ടിൻ്റെ ഒരു 3/4 ഭാഗത്തോളം നമുക്ക് വെള്ളം നിറച്ച് വെക്കാവേ. അപ്പം നമുക്കിത് ഞാൻ ഇച്ചിരി പായലൂടി ഇതിനകത്ത് ഇടുവാണേ. ഈ പായലും കൂടി ഇടുക. പായലിടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വെള്ളം ഇത് നല്ല വെയിൽ കിട്ടുന്നിടത്ത് വേണം വെക്കാൻ. വെയിലുണ്ടെങ്കിൽ ഇത് പൂ ആകത്തുള്ളൂ, പെട്ടെന്ന് പൂ പിടിക്കത്തുള്ളൂ. അപ്പം വെള്ളം അങ്ങ് പെട്ടെന്ന് ചൂടാകും. അപ്പോൾ ഈ പെട്ടെന്ന് ചൂടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പായലിടുന്നത് കേട്ടോ. പായൽ ഇപ്പം ഞാൻ 4-5 പായലിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് ഈ പായൽ കൊണ്ട് ഇതിനകമെന്ന് അറിയാം. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പായലൊന്ന് വാരിക്കളയുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരാഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു താമരയുടെ റിപ്പോർട്ടിങ്. അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് തണ്ടിതാണ്. ഒരാഴ്ചയായുള്ളൂ. ഇലയെല്ലാം വന്നിട്ടുണ്ട് കണ്ടോ. 2 ചട്ടിയില്ല ഞാൻ വെച്ചത്. 2-3 പായലിട്ടത്. അതുകൊണ്ട് പായൽ കൊണ്ട് ഇപ്പോൾ അതങ്ങ് നിറഞ്ഞു. 2 മാസത്തിനുള്ളിൽ ചിലപ്പം പൂവാകും. നമുക്ക് നോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം. ഓക്കെ.